ഞാനാണ് റസിയ. എൻ്റെ പേര് റസിയ എന്നല്ല, ഞാൻ കോഴിക്കോടാണ്, എരഞ്ഞിപ്പാലത്താണ്. എൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നത്. ഞാനൊരു ഹിന്ദു പെണ്ണാണ്, മുസ്ലിം അല്ല. ഞാൻ ഇന്നലെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോ. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തിട്ടുമില്ല. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ ഞാൻ ഒറിജിനലി എടുത്ത പോലെ ഉണ്ട്. പക്ഷെ ഞാനത് കുറേ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട്, പഠിച്ചാനാണ് സത്യം, ഞാനൊരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാ. ഞാൻ ജോലി ചെയ്യുന്നത് ദുബായിൽ ഒരു സലൂണിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ജോലി പോയി, എന്നെ അവിടെ സ്വീകരിക്കുന്നില്ല. എനിക്ക് നാട്ടിൽ 2 കുട്ടികളുണ്ട്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയി. ഞാൻ ദുബായിൽ വന്ന് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു തെറ്റിന്, ഞാൻ ഇന്ന് വരെ അങ്ങനത്തെ ഒരു കൂട്ടുകെട്ടിന് പോയിട്ടില്ല. ഞാൻ അങ്ങനത്തെ ഒരു തെറ്റിന് പോയിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടപ്പോൾ എന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ടാവും. ഞാൻ ഈ TV-യിലൊക്കെ ഓരോ പരസ്യം കാണലില്ലേ, അതേപോലെ ഞാൻ ഇതെടുത്ത് പരസ്യം ചെയ്തതാ. ഇങ്ങനെ ചെയ്യുന്നതായിട്ട് പരസ്യം ചെയ്ത് പറഞ്ഞതാ. എനിക്കും പെൺകുട്ടിയുണ്ട്, ഒരു മോള് എനിക്കും ഉണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു ജീവിതത്തിൽ ഒരു പെണ്ണിനെ പെടുത്തിയില്ല, അങ്ങനത്തെ ഒരു ജീവിതത്തിൽ ഒരു പെണ്ണിനെ കൂട്ടിയില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ തെറ്റ് ചെയ്ത്, ഞാൻ എൻ്റെ വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യമായിട്ടുണ്ട്, വെറുപ്പായിട്ടുണ്ട്. പടച്ചോൻ എൻ്റെ 2 മക്കളാണ് സത്യം. ഞാൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഞാനിതൊരു തമാശക്ക് ഞാൻ ചെയ്ത് വീഡിയോ വേറൊരാളെ കൊണ്ട് പിടിപ്പിച്ച ഒരു പെണ്ണിനെ കൊണ്ട് ഞാനിത് പിടിപ്പിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ അതിൻ്റെ മുമ്പ് കുറേ സോപ്പിൻ്റെ പരസ്യവും അങ്ങനെ ചായ കുടിക്കുന്ന പരസ്യവും അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനത് അവരെ വിശ്വസിച്ചിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയത്. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. പടച്ചനാണ് സത്യം. ഞാൻ എൻ്റെ മക്കളെ പിടിച്ച് സത്യം ഇടുക. ഇന്ന് വരെ ഞാൻ ഒരു പെണ്ണിനെ അങ്ങനത്തെ രീതിയിൽ കണ്ടിട്ടുമില്ല. ഞാൻ അങ്ങനെ ചെയ്യേയില്ല. പടച്ചോനാണ് സത്യം. ഞാൻ എൻ്റെ കുടുംബം പോറ്റാൻ